ഒരേ സമയമുള്ള പരിശോധനയിലൂടെ തെളിവുകൾ ഒളിപ്പിച്ചു വെക്കാനോ നശിപ്പിക്കാതെ ഇരിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക. ഇതൊരു അവരുടെ ഒരു അന്വേഷണ പ്ലാനാണ്. ആ രീതിയിലാണ് ഇ ഡിയുടെ എപ്പോഴും നീക്കം ഉണ്ടാവാറുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പരിശോധന നടക്കുന്നത്. ഒരിടത്ത് പരിശോധന നടക്കുമ്പോൾ മറ്റൊരിടത്ത് തെളിവ് ഒളിപ്പിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നതാണ്. ഈ കേസിൽ SIT ശേഖരിച്ചതിലും കൂടുതലായ വിവരങ്ങൾ ശേഖരിക്കാൻ ഇ ഡിക്ക് ഇനിയുള്ള ഈ തെളിവ് ശേഖരണത്തിൽ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് SIT ഏതെങ്കിലും മേഖലയിലേക്ക് ബോധപൂർവമോ അല്ലാതെയോ അന്വേഷണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് കൂടി ഉള്ള പരിശോധനയാണ് നടത്താൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനം, നന്ദൻകോട്ടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിനകത്തെ ദൃശ്യങ്ങളാണ്. അവിടെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്, ഇ ഡിയുടെ പരിശോധന നടക്കുകയാണ്. അവിടുത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നന്ദൻകോട്ടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിലുള്ള ദൃശ്യങ്ങളാണ്. അതായത് ദേവസ്വം ബോർഡ് ആസ്ഥാനം തന്ത്രപ്രധാന ഇടമാണ്. ഈ ഇടപാടുകളുടെ എല്ലാം തീരുമാനമെടുക്കപ്പെട്ടു എന്ന സ്ഥലമാണ് ദേവസ്വം ബോർഡ് യോഗങ്ങൾ ചേരുന്ന. അതുകൊണ്ട് ഇതിനുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ രേഖകൾ അവിടെ നിന്നും ശേഖരിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് സ്വാഭാവികമായും ശേഖരിക്കപ്പെടുന്നുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായുള്ള കത്തിടപാടുകൾ നടത്തിയ ഇടപാടുകൾ, അതിൻ്റെ രേഖകൾ, നിർണായകമായ ദേവസ്വം ബോർഡ് യോഗ തീരുമാനങ്ങൾ, ഏറ്റവും ഒടുവിൽ ഉള്ള ദേവസ്വം ബോർഡിൻ്റെ യോഗ തീരുമാനങ്ങളൊക്കെ പരിശോധിക്കപ്പെടും. എന്തായാലും സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡ് അധികൃതരുടെയും ഒക്കെ പ്രതികരണം നമുക്ക് വരുന്ന മിനിറ്റുകളിൽ പ്രതീക്ഷിക്കാം. N. ജയകുമാർ എന്ന മുൻ ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നത്. ശബരിമല സീസൺ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അപ്പോൾ തന്ത്രപ്രധാനമായ പരിശോധന പുരോഗമിക്കുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. 21 പരിശോധന നടക്കുന്നത്. സജിത്ത്, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ SITയുടെ പരിശോധന, SITയുടെ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ SITയെ സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നുള്ള പരാമർശങ്ങളും എന്നുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇ ഡിയുടെ അന്വേഷണം വരുന്നു. SITക്ക് കണ്ടെത്താൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഇ ഡി കണ്ടെത്താനുള്ള സാധ്യതയുണ്ടോ? ആരൊക്കെ ഇതിൽ ഗൂഢാലോചന നടത്തി, ഇതിന് പിന്നിലുള്ള ഉന്നതൻ ആര് എന്നതിലേക്കൊക്കെ ഇ ഡി എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. പുതിയ ഇടങ്ങളിൽ നിന്നുള്ള വിവരശേഖരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നടത്താൻ പോകുന്ന വിവരശേഖരണത്തിൽ അതായത് SIT ഇതുവരെ കടന്നു പോവാത്ത മേഖലകളിലൂടെ ഇ ഡി കടന്നു പോകുമോ എന്ന ചോദ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതായി മാറും ഈ അന്വേഷണത്തിൽ എന്ന് നമുക്ക് കൃത്യമായും പറയാം. കാരണം ഇതുവരെ ഇ ഡി SIT കടന്നു പോകാത്ത വഴികളിലൂടെ ഇ ഡി കടന്നുപോയാൽ പുതിയ അറസ്റ്റുകൾ ഉണ്ടാവുമോ? അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനടക്കം വലിയ ബന്ധമുണ്ടായിരുന്നു എന്ന ആക്ഷേപം നേരിട്ടവരാണ്. അതായത് ഈ സ്വർണ്ണക്കടത്തിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഇവർ മറ്റു ബന്ധങ്ങളുണ്ടായിരുന്നു, നിരവധി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? എന്താണ് ആ നീക്കം? ഈ കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടും. അപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യത്തിനപ്പുറമുള്ള ചില കണ്ടെത്തലുകളിലേക്ക് ഇ ഡി കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്തരം വിവരശേഖരണം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇ ഡി കൂടി ഇനിയിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തിയാൽ പോലും അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദം ചെറുതല്ല എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ SITയുടെ അന്വേഷണം ചില രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി നേരിടുന്നുണ്ട്. SITയിലെ ചില ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലൊക്കെ സർക്കാരിൻ്റെ രാഷ്ട്രീയ കൈകടത്തലുകൾ ഉണ്ടാവാറുണ്ട്. രാഷ്ട്രീയപരമായ ചില സംരക്ഷണം SIT നടത്തുന്നു എന്ന ചില ആക്ഷേപങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇതൊരു ആക്ഷേപമായി നിലവിലുണ്ട്. അപ്പോൾ ഇ ഡി ഒരു കേന്ദ്ര ഏജൻസി വരുമ്പോൾ ഇനി നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട നീക്കങ്ങൾ കൂടിയുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് പരാമർശിച്ച് പോവേണ്ടതുണ്ട്. ഇ ഡി വലിയ ആക്ഷേപം നേരിട്ട ഒരു സ്ഥാപനം കൂടിയാണ്. നമുക്കറിയാം, മുമ്പ് ഈ ലൈഫ് മിഷൻ കേസിലും ആവട്ടെ, നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിലുമൊക്കെ വലിയ ആക്ഷേപം നേരിട്ടതാണ്. ഇ ഡിയുടെ കണ്ടെത്തലൊക്കെ പൂർണ്ണമായും രാഷ്ട്രീയപരമായിട്ടുള്ളതായിരുന്നു, പകപോക്കലായിരുന്നു എന്ന ആക്ഷേപം ഒക്കെ കേട്ടതാണ്. ഏറ്റവും ഒടുവിൽ ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ അടക്കം ജോലിയിൽ നിന്നും പറഞ്ഞുവിടുന്ന സാഹചര്യം പോലും ഉണ്ടായതാണ്. അപ്പോൾ പഴികേട്ട ഒരു സ്ഥാപനമാണ് ഇ ഡി. എന്തായാലും ഇ ഡി ഇതിനിടയിൽ സ്വർണ്ണക്കടത്തിൽ കൂടി അന്വേഷണത്തിന് വരുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമായും ഇ ഡിയുടെ കണ്ടെത്തലുകൾ പ്രധാനമാണ് എന്ന് മാത്രമല്ല, അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചർച്ചകളും ചെറുതായിരിക്കും. ശരി, സജിത്ത് തുടരുക. തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ റെയ്ഡ് ഏത് രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത്?
ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 21 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. പ്രതികളുടെ വീടുകളിലുമൊപ്പം സംസ്ഥാനത്തിന് പുറത്തും അടക്കം ഇഡി റെയ്ഡ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായ ഒരു റെയ്ഡായിരുന്നു ഇഡിയുടേത്. അതിരാവിലെ പ്രതികളുടെ വീട്ടിലേക്ക് അടക്കം എത്തി റെയ്ഡാണെന്ന് എന്നറിയിക്കുകയും ഒപ്പം മറ്റു നടപടികളിലേക്ക് ഇഡി കടക്കുകയുമായിരുന്നു. മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ ഇഡി കടക്കുന്നതേയുള്ളൂ. 21 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുമൊപ്പം പത്മകുമാറിന്റെയും വാസുവിന്റെയും തന്ത്രിയുടെയും അടക്കം വീടുകളിലും സ്മാർട്ട് ക്രിയേഷൻസിലും അടക്കം റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ റെയ്ഡ് ഏത് രീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പുരോഗമിക്കുന്നത്? ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 3/4 മണിക്കൂറാകുന്നു ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ സംഘം ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചിട്ട്. ലഭിക്കാവുന്ന എല്ലാ രേഖകളും, അതായത് ജീവനക്കാരെ പോലും അകത്തേക്ക് കടത്തിവിടാതെയുള്ള പരിശോധനയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ ഭാഗത്ത് തുടരുന്നത്. കഴിയാവുന്ന രേഖകളെല്ലാം ഇവിടെ നിന്ന് പിടിച്ചെടുക്കും. വേണ്ടി വന്നാൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ തയ്യാറായിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും, അതായത് മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും വാസുവും ഗോവർദ്ധനും അടക്കമുള്ള എല്ലാ പ്രതികളുടെയും വീടുകളിൽ ഇപ്പോൾ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാകും പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുക. ഇതിന്റെ സ്വർണം ആർക്കൊക്കെയാണ് വിറ്റത്, ഇതിന് പിന്നിൽ മറ്റ് ആരെങ്കിലും ഉണ്ടോ, പ്രധാനികൾ ആരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും രാജ്യത്തിന് പുറത്തേക്കുള്ള ഏതെങ്കിലും ശക്തികളുണ്ടോ, ഒരു കൃത്യമായ ഒരു സിൻഡിക്കേറ്റ് ഇതിന് പിന്നിലുണ്ടെന്ന കാര്യങ്ങളിലൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം മുന്നോട്ട് പോകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആദ്യഘട്ടത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്നതിനെ ചൊല്ലി ആശങ്കകളുണ്ട്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷിക്കാൻ തക്ക കാര്യങ്ങൾ ഈ കേസിലുണ്ട് എന്ന വിധേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പ്രതികളുടെ അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് സ്വാഭാവികമായും അന്വേഷണം പോകും. ദീർഘനാൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചവരാണ്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് മാത്രമാകില്ല പിന്നീട് അന്വേഷണം നീങ്ങുക. ഈ പ്രതികൾക്ക് ഉദ്യോഗസ്ഥർക്ക്, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ പല കാലങ്ങളിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിനുമൊക്കെ ആരോപണം നേരിട്ടവരാണ്. വലിയ വിജിലൻസ് കേസുകളൊക്കെ നേരിട്ട നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോയേക്കും. ഏറ്റവും പ്രധാനം, ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അത് ആർക്കാണ് വിറ്റത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥരും മാത്രമാണോ, അതിനപ്പുറത്തേക്ക് വലിയ പേരുകൾ ഇതിന് പിന്നിൽ വരാനുണ്ടോ എന്ന കാര്യമാകും പ്രധാനമായും ഇഡി അന്വേഷിക്കുക. ഏതായാലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിർണായകമായ ചില രേഖകൾ ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് അവർ അന്വേഷണം ഇവിടേക്ക് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധന നടത്തുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫയലുകളെല്ലാം ഒന്നുകിൽ ഇപ്പോൾ കോടതിയുടെ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ SITയുടെ കസ്റ്റഡിയിലോ ആണ്. ഏതായാലും ആ രേഖകൾ അദ്ദേഹത്തെ കൈമാറാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടതാണ്. ബാക്കിയുള്ള കാര്യങ്ങളാകും ഇവിടെ പരിശോധന നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളുടെയൊക്കെ ശരി. തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. മറ്റ് 21 ഇടങ്ങളിൽ കൂടിയാണ് ഇഡി റെയ്ഡിനെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തടക്കം ഇഡിയുടെ റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിർണായകമായ തെളിവുകൾ ഇഡിക്ക് ലഭിക്കുമോ, രേഖകൾ ഇഡിക്ക് ലഭിക്കുമോ, ഇതിന് പിന്നിൽ ആരൊക്കെയാണ്, ഉന്നതനിലേക്ക് ഇഡി എത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയാനിരിക്കുന്നു. റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് 21 ഇടങ്ങളിൽ. TG സജിത്ത്, വി അരുണും ശശിനാരായണനുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.